ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലീഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഒരു കൊട്ടേഷൻ അതേപോലെ ഇൻവോയ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള ജസ്റ്റ് ഒരു ഫീച്ചർ കാണിക്കാം. നമുക്ക് ബിഗിൽ എങ്ങനെ പോസിബിൾ ആവുമെന്നുള്ള കാണിക്കാം. നമുക്ക് ഈ ബിഗിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഫിനാൻഷ്യൽ സൈഡും കാര്യങ്ങളെല്ലാം നമുക്ക് ബിഗിൻ്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ്ലി പോസിബിൾ ആണ്. നമുക്ക് സോഹോ ബുക്കുമായിട്ടുള്ള ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻസ് വരുന്നുണ്ട്. സോ നമുക്ക് ഇൻവോയ്സും അതേപോലെ കൊട്ടേഷനും നമുക്ക് ഈസിലി നമുക്ക് ബിഗിൻ CRMൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനായിട്ട് ജസ്റ്റ് നമുക്ക് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് ലീഡ്സ് വരുന്നുണ്ട്. ലീഡ്സിൻ്റെ സെക്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് ഒരു സാമ്പിൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫഹദ് ഫർണിച്ചറിന് നമുക്കൊരു സാമ്പിൾ കൊട്ടേഷൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ജസ്റ്റ് മോർ ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് സോഹോ ബുക്ക് എന്നുള്ള ഫീൽഡ് കാണാം. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം. അവിടെ ആയിട്ട് നമുക്കൊരു ഫസ്റ്റ് ഒരു കൊട്ടേഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊട്ടേഷൻ ക്ലിക്ക് ചെയ്യാം. ആൻഡ് നമുക്ക് ഓൾറെഡി കസ്റ്റമർ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം മെയിൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ CRM ഓട്ടോമാറ്റിക്കലി ഫെച്ച് ആവും. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും മറ്റ് പ്രൈസിങ് കാര്യങ്ങളും മാത്രം ഇനി ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അതിനായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് നമുക്കൊരു വെബ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, വെബ് ഡെവലപ്മെൻറ്റ് കൊടുത്തു. ആൻഡ് നെക്സ്റ്റ് അതിന് പ്രൈസ് നമ്മൾ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്കത് സേവ് ചെയ്യാം. സേവ് ആൻഡ് സെൻഡ് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ആയി. നമ്മൾ ആ കൊട്ടേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കൊട്ടേഷൻ്റെ പ്രൈസും കാര്യങ്ങളും നമ്മളിവിടെ ഡയറക്റ്റ്ലി എനേബിൾ ചെയ്തു. ഇത് നമുക്ക് സോഹോ ബുക്കുമായിട്ടുള്ള ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു സോഹോ ബുക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഈ സെയിം കൊട്ടേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ഇൻഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ കൊട്ടേഷൻ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഇമെയിൽ ത്രൂ കാര്യങ്ങളെല്ലാം ഇവിടെ സെൻഡ് ചെയ്യാം. ഇമെയിൽ ആൻഡ് SMS എല്ലാം ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് PDF ആയിട്ട് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ കൊട്ടേഷൻ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനും സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെയിം നമുക്ക് ഇൻവോയ്സും സെയിം ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്തുള്ള കൊട്ടേഷൻ നമുക്ക് ഇൻവോയ്സ് ആകണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ ഇൻവോയ്സ് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം ആൻഡ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. സെയിം മെത്തേഡ് തന്നെയാണ്. ആൻഡ് സേവ് കൊടുക്കാം.